ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ ടാങ്ക് ഒന്ന് മാറ്റണം. കാരണം വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ PVC ടാങ്കിൻ്റെ അകത്ത് ഓരും അതേപോലെ പായലൊക്കെ പിടിക്കുക എന്നുള്ളത്. അത് മാറ്റിയിട്ട് നമുക്ക് പുതിയ രീതിയിലുള്ള നമുക്കിപ്പോൾ SS-ൻ്റെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റീൽ ടാങ്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന ഹൈക്കോണിൻ്റെയാണ് എടുത്തേക്കുന്നത്. നമ്മളത് കുറച്ച് ബുദ്ധിമുട്ട് താഴേന്ന് പൊക്കി കയറ്റാൻ, കാരണം സൈഡൊന്നും തട്ടാതെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ പൊക്കിയിട്ട്. ഇപ്പോൾ SS 304-ൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ട് വരുന്നത് 1.5 ഇഞ്ചാണ് ഔട്ട് വരുന്നത്. അതേപോലെ ഡ്രെയിനേജ് ക്ലീനായിട്ട് വരുന്നത് 1 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴയ PVC ടാങ്ക് നമുക്ക് മാറ്റിയിട്ട് ഇതാണ് വെക്കേണ്ടത്. അപ്പോൾ പലയിടത്തും പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാങ്ക് ക്ലീനിങ്ങിനൊക്കെ പോകുമ്പം ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാട് തന്നെയാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ എത്രയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു 80% അല്ലെങ്കിൽ ഒരു 60% മാത്രമേ അത് ക്ലീൻ ആകത്തുള്ളൂ. നമ്മൾ ഇതിൻ്റെ താഴെ നിന്നാണ് ഇത് പൊക്കി കയറ്റിയത്. കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത് സൈഡൊന്നും തട്ടാതെയൊക്കെ നമ്മൾ അത് മുകളിൽ കയറ്റേണ്ട വന്നു. കാരണം സാധാ PVC ടാങ്ക് ഉരഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇത് ഉരയാനും പാടില്ല. അങ്ങനെ നമ്മളിത് പൊക്കി കയറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനുകളൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. കാരണം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ഒന്നേന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് പോകുന്നത് അതിൻ്റെ ഡ്രെയിനേജ് ക്ലീൻ വേണ്ടിയിട്ടാണ്, ഔട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത് തന്നെയാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. ഇത് തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീൽ ടാങ്കിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇറങ്ങുന്നത് 1.5-ന്ന് നമ്മൾ 2 ഇഞ്ചായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിതിനെ വെച്ചേക്കുന്നത് MD ആണ് ഇട്ടേക്കുന്നത്. PVC MD ആണ് 1 ഇഞ്ചിൻ്റെ നമ്മൾ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ 1.5-ക്കും നമ്മൾ അതുപോലെ ഔട്ട് വരുന്ന ഭാഗത്ത് നമ്മളതുപോലെ MD ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ MD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഔട്ട് വരുന്ന 1.5-യും അതേപോലെ തന്നെ നമ്മൾ ഡ്രെയിനേജ് ക്ലീനായിട്ട് 1-മാണ് വരുന്നത്. ടാങ്കിലോട്ട് വെള്ളം വീടാനുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കിണർ വെള്ളവും അതേപോലെ ഒന്ന് മുനിസിപ്പാലിറ്റി വെള്ളം. അതും 1.5 ഇഞ്ചാണ് ഔട്ട് അത് വരുന്നത്. അപ്പോൾ അതിനും നമ്മൾ ഇതുപോലെ 2 MD ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ കിണർ വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഓട്ടോമേഷൻ്റെ വയറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ പഴയ ടാങ്ക് മാറ്റിയിട്ട് നമ്മുടെ സ്റ്റീൽ ടാങ്ക് വെച്ചു. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ബോൾട്ട് അടിച്ചിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പം ബോൾട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 10-ൻ്റെ ബോൾട്ട് ഇട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ബോൾട്ട് ഇട്ട് ഉറപ്പിക്കുന്നത്. അല്ലാത്ത വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇത് ടെറസിനെ കാട്ടി കുറച്ചും കൂടി ഹൈറ്റിലായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. കാരണം പഴയ ടാങ്കിൻ്റെ ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ആ പഴയ ടാങ്കൊന്നും ഇറക്കണം. കുറച്ച് റിസ്ക്കാണ് ഇത് പഴയതിങ്ങനെ ഇറക്കുന്നതും കയറ്റുന്നതുമല്ല. അപ്പം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. കാരണം നല്ല വെയിറ്റുള്ള സാധനമാണ്. PVC കൂടെ ആയതുകൊണ്ട് നല്ല വെയിറ്റാണ്. അതുപോലെ SS-ന് നല്ല വെയിറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളൊരു വിധം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ലൈനിങ് ആണ് തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ അതിൻ്റെ ഓട്ടോമേഷൻ്റെ വയർ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് 1 ഇഞ്ച് നമ്മൾ ഡ്രെയിനേജാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റുകൾ ഇതിൻ്റെ അടിയിൽ തന്നെ കിടക്കും. അത് നമുക്ക് ഈ വാൽവ് തുറക്കുമ്പോൾ നമുക്കത് ക്ലീൻ ഔട്ട് ആവും. അറ്റ് ടൈം തന്നെ മോട്ടറും കൊണ്ടു കഴിഞ്ഞാൽ ആ ഓൺ വീഴുന്ന ഫോഴ്സിൽ തന്നെ ഇത് കലങ്ങി ഇതിൻ്റെ ഔട്ട് ക്ലീനും ആവും. നമ്മൾ ക്ലീനിങ് സംഭവം എളുപ്പമാണ്. SS 304 ആണ് ഇത് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് റെഡ്യൂസ് ചെയ്ത് 2 ഇഞ്ചായിട്ട് നമ്മൾ ലൈൻ ഒന്ന് തിരിച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്. പുതിയ ലൈനുകളും പുതിയ ബാത്റൂമിൻ്റെ ലൈനുകളും വന്നപ്പം നമുക്ക് അതിനനുസരിച്ച് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ കിടക്കുന്ന വയർ അതിൻ്റെ ഓട്ടോമേഷനാണ്. ഡ്രൈറണെ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുന്നതിൻ്റെ അകത്ത് നമ്മളതിന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഒരെണ്ണം നമ്മൾ ഓട്ടോമേഷൻ്റെ വയർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ടാങ്ക് ഫില്ലാവാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 45 തിരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് എടുത്തേക്കുന്നത്. അതേപോലെ ഇവിടുന്ന് നമ്മൾ ഒരു വാൽവ് ഇട്ടിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം 2 ലൈനുകൾ അവിടെ വരുന്നുണ്ട്. ഒന്ന് പഴയ ഒരു ബാത്റൂമും ഒന്ന് അപ്പുറത്തെ ഒരു ബാത്റൂമുമായിട്ടാണ് പോകുന്നത്. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ചാണ് വരുന്നത്. 1.5 ഇഞ്ചിൽ നിന്ന് ഒരു വൈ ഇട്ട് നേരെ ഇവിടെ 1 ഇഞ്ചാക്കി തൊട്ട് താഴെ തന്നെ ഒരു ബാത്റൂമാണ്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ആ ലൈനിൽ നമ്മൾ കൊടുത്തു. ഇത് നേരെ 1.5 ഇഞ്ച് തന്നെ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അത് അപ്പുറത്തെ സൈഡിലെ ഒരു ബാത്റൂമിലോട്ടാണ് ഇത് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ വെള്ളത്തിന് ഒരു ഫോഴ്സ് ഇല്ലായ്മ കൊണ്ടാണ് നമ്മൾ വലിയ പൈപ്പിൽ നിന്ന് ചെറുതിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ടാങ്കുകളിൽ ഏറ്റവും ബെറ്റർ SS-ൻ്റെ ടാങ്കുകൾ തന്നെയാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നതും. അതേപോലെ വെള്ളം ചൂടാവില്ല, അതേപോലെ പായലോ പൂപ്പലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിക്കില്ല എന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഇതിൻ്റെ മെയിൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈ ക്ലീനിങ് ആണ്. അതായത് വെള്ളം ക്ലീൻ ചെയ്യാനുള്ള വേസ്റ്റുകൾ ക്ലീൻ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അടിത്തട്ടിലാണ്. കാരണം അടിത്തട്ടി ഒരു ബോൾ പോലെ കോണാകൃതിയിലുള്ളത് കൊണ്ട് ഇതിൻ്റെ വേസ്റ്റുകൾ അവിടെ തട്ടി നിൽക്കുക, അതേപോലെ നമുക്ക് എടുത്ത് കളയാൻ ചെയ്യാം. നമ്മൾ ഇപ്പുറത്തെ ഒരു ഹോളിൽ കൂടി ഇട്ടേക്കുന്നത് അതിൻ്റെ ഓട്ടോമേഷൻ്റെ വയറുകളാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ ഒരു NT ക്യാപ്പ് വെച്ച് നമുക്ക് അടയ്ക്കണം. സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് NT ക്യാപ്പ് കൊണ്ട് നമ്മൾ ആ സൈഡൊന്ന് അടച്ചൊന്ന് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇത്രയും നമ്മളൊരു വെയിലുള്ള സമയത്താണ് ചെയ്തത്. ടാങ്ക് ചൂടാവുന്നുണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ ടാങ്കിൻ്റെ
ടാങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല, കാരണം ഒന്നും ചൂടാവുന്നുണ്ട്. പക്ഷേ അകത്തെ വെള്ളം ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കമ്പനി പറയുന്നത് ഇല്ല എന്നാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്തായാലും എങ്ങനെ